സാബുവിന്റെ മരണത്തിൽ സാബുവിനെ അപമാനിച്ചിരിക്കുകയാണ് എം എം മണി എന്നൊരു ആക്ഷേപം ഉയരുന്നു. ഇടുക്കി കട്ടപ്പനയിൽ മരിച്ച നിക്ഷേപകൻ സാബുവിനെ അവഹേളിച്ച് എം എം മണി MLA. സാബുവിന് മാനസിക പ്രശ്നമുണ്ടായിരുന്നുവെന്ന് പരിശോധിക്കണം. സാബുവിന്റെ മരണത്തിൽ VR സജിക്കോ CPM-നോ ഉത്തരവാദിത്വമില്ല. കുടുംബത്തോട് സഹാനുഭൂതിയാണെന്നും എം എം മണി പറഞ്ഞു. കട്ടപ്പനയിലെ വിശദീകരണ യോഗത്തിലായിരുന്നു എം എം മണിയുടെ വിവാദ പരാമർശം. അദ്ദേഹത്തിന് വല്ല മാനസിക പ്രശ്നമുണ്ടോ എന്നെല്ലാമുള്ള കാര്യം അദ്ദേഹം വല്ല ചികിത്സയും ചെയ്തിരുന്നോ? ഇത്തരം കാര്യങ്ങളെല്ലാം പരിശോധിക്കപ്പെടേണ്ടതാണെന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായവത. ആ ആത്മഹത്യ ചെയ്ത സഹോദരൻ്റെ കുടുംബത്തോട് ഞങ്ങൾക്ക് അതിയായ ഖേദമുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ഞങ്ങൾക്ക് അതിയായ ദുഃഖമുണ്ട്, അതിയായ ഖേദമുണ്ട്. അദ്ദേഹത്തെ മരണത്തിലേക്ക് നയിക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിനോ VR സജിക്കോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഒരു പങ്കുമില്ല, ഒരു പങ്കാളിത്തവുമില്ല എന്ന കാര്യം അസന്നിഗ്ധമായി പറയാൻ ആഗ്രഹിക്കുക. ഇപ്പോൾ സന്ദീപ് രാജാക്കാട് നമുക്കൊപ്പം ചേരുന്നു. സന്ദീപ് രാജാക്കാട്, ഈ സാബുവിനെ വീണ്ടും അപമാനിക്കുകയാണോ CPM നേതൃത്വം? എം എം മണിയുടെ പ്രസംഗം അനവസരത്തിലും അനുചിതവുമല്ലേ സന്ദീപ്? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. അത് അത്തരത്തിൽ തന്നെയാണ്. കാരണം ആ കുടുംബത്തിൻ്റെ ആക്ഷേപങ്ങൾക്കൊന്നും തന്നെ മറുപടി പറയുവാൻ കഴിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യം ഇടുക്കിയിൽ CPM ജില്ലാ നേതൃത്വത്തിനുണ്ട്. കാരണം ഒന്ന് VR സജിയുടെ പരാമർശമായിരുന്നു. VR സജി ഫോണിൽ വിളിച്ച് തനിക്ക് അടി കിട്ടാത്തതിൻ്റെ കുഴപ്പമാണ്, അത് തീർത്തു തരാം എന്ന തരത്തിലുള്ള ഭീഷണി ഫോൺ സന്ദേശമടക്കം പുറത്തു വന്നിരുന്നു. അപ്പോൾ അയാൾക്കെതിരെ അടക്കം അന്വേഷണം നടത്തുകയാണ് പോലീസ്. ഇപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് ഈ VR സജിക്ക് ക്ലീൻ ചിറ്റ് നൽകി മുതിർന്ന നേതാവ് എം എം മണിയുടെ പ്രസ്താവന അല്ലെങ്കിൽ പ്രസംഗം ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ കേസിൽ CPM-നോ ഇല്ലെങ്കിൽ VR സജിക്കോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കോ യാതൊരു വിധമായിട്ടുള്ള പങ്കുമില്ല. ഈ സാബുവിന് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നം ഉണ്ടോ എന്നതിനെ സംബന്ധിച്ച് പരിശോധിക്കണം, അദ്ദേഹം എന്തെങ്കിലും തരത്തിലുള്ള മരുന്നുകൾ കഴിച്ചിരുന്നു എന്നതിനെക്കുറിച്ച് അന്വേഷിക്കണം തുടങ്ങിയിട്ടുള്ള പരാമർശമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ തങ്ങളുടെ നിലപാട് ഇതാണ്, CPM-ന്റെ നിലപാട് ഈ വിഷയത്തിൽ ഇതാണ് എന്നത് തന്നെ വ്യക്തമായി പറയുകയാണ് എം എം മണി. അതോടൊപ്പം തന്നെയാണ് ഈ ഒരു പരാമർശം കൂടി ഉണ്ടായിരിക്കുന്നത്. എന്തായിരുന്നാലും സാബുവിൻ്റെ 90 വയസ്സ് പ്രായമായ അമ്മ കൂടി മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ത്രസ്യമ്മ എന്നായിരുന്നു, വീട്ടിൽ കിടപ്പ് രോഗിയായിരിക്കുന്നു. സാബു മരിക്കുന്ന ഘട്ടത്തിലും വീട്ടിലെ ഒരു കിടപ്പ് രോഗിയായിരുന്നു അമ്മ. ആ അമ്മ കൂടി ഇന്ന് മരണപ്പെട്ടിട്ടുണ്ട്. എന്തായിരുന്നാലും കുടുംബത്തിൻ്റെ ഇക്കാര്യത്തിൽ മറ്റൊരു തരത്തിലുമുള്ള പ്രതികരണങ്ങളിലേക്ക് ഇനി തങ്ങളില്ല എന്ന് കുടുംബം നേരത്തെ തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ഇക്കാര്യത്തിൽ പ്രതികരിക്കുമോ എന്നതിനെ സംബന്ധിച്ച് നമുക്ക് വ്യക്തതയില്ല. എങ്കിലും CPM-ന്റെ മുതിർന്ന നേതാവ് എന്ന രീതിയിൽ ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടായിരിക്കുന്നത് അത് സാബുവിനെ അവഹേളിക്കുന്നതിന് തുല്യമായി തന്നെ കണക്കാക്കണം എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു പ്രസംഗത്തിൽ നിന്ന്. തീർച്ചയായിട്ടും അതൊരു ആത്മഹത്യയിലേക്ക് നയിക്കാവുന്ന സമ്മർദ്ദം അദ്ദേഹത്തിന് ബാങ്കിൽ നിന്ന് നേരിട്ടു എന്നത് വ്യക്തമായിരിക്കെ എം എം മണി അദ്ദേഹത്തിന് മാനസിക പ്രശ്നമുണ്ടോ എന്ന് പറഞ്ഞത് ഒട്ടും ശരിയായില്ല. അതിൽ